ഡോക്ടർ ഒന്ന് പറയൂ. എത്ര പറഞ്ഞിട്ടും നന്ദ അനങ്ങുന്നില്ല. സമയം പോകുന്നു. ഇറങ്ങും മുമ്പ് നരേന്ദ്രന്റെ അമ്മയും മറ്റൊന്ന് കാണണ്ടേ? വേണം. എന്തിനും നന്ദ എങ്ങനെ ഇരുത്താൻ എങ്ങനെയാ? വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ നരേന്ദ്രേട്ടന്റെ അമ്മ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. എഴുന്നേക്കൂ. ആദ്യം കുളത്തിലെ വെള്ളത്തിലൊന്ന് മുങ്ങിക്കുളിക്കാം, എന്നിട്ടാവാം എല്ലാം. വരൂ. കുളി കഴിഞ്ഞ് ഇപ്പൊ വരൂ കേട്ടോ. ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി. അപ്പൂനെയും ഉണ്ണിയും ഇരട്ട പ്രസവിച്ചതാ. ആരാത്? അപ്പൂന്റെ ബാംഗ്ലൂരിലുള്ള ബാംഗ്ലൂരിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഓർത്തു. മോളുണ്ടെന്ന് ആരും പറഞ്ഞില്ല. അറിഞ്ഞപ്പോ തൊട്ട് ജാനോട്ടേക്ക് തിരക്കുക. പോണേന് മുമ്പ് കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. കുട്ടിയെ കുട്ടിക്കൊണ്ടില്ല. കഷ്ടം. കഥ പറയുന്ന നിലവിളക്കം വെച്ച് സ്വീകരിക്കേണ്ടിയിരുന്ന കുട്ടിയാ. അതിന്റെ യോഗ ഇങ്ങനെയായി. ജാനുവടത്തി നന്ദമോൾ വന്നിട്ടുണ്ട്. വാ മോളെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മോളുടെ കാര്യം പറഞ്ഞു. അവൻ ഒരുപാട് കൊതിപ്പിച്ചമ്മേ. എല്ലാം ഇങ്ങനെ കണ്ണീരിൽ അവസാനിക്കുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. എന്ത് പറഞ്ഞാ മോളെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക? കൂടെ വന്നവരൊക്കെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കണു. തിരക്കുന്നുണ്ട്. കണ്ട് കണ്ണു നിറഞ്ഞില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. എവിടെ എന്റെ അപ്പൂന്റെ കുട്ടി? എവിടെ? കഴിഞ്ഞ അവിടെ അവൻ വന്നപ്പോ കുറച്ചു ദിവസം ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് കരുതിയതാ. നിന്നില്ല. ധൃതിയുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. എപ്പോഴും ധൃതിയായിരുന്നല്ലോ. എന്തിനാ എന്റെ കാവിലമ്മയെ ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്തത്? എന്തെങ്കിലും ഒരു അരുതാഴിയെ കാട്ടിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും?
എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നന്ദ ഇവിടെ വന്ന ദിവസം ഒരു അത്ഭുതം പോലെ തോന്നാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എന്നെ വെച്ച് ചില തമാശകളൊക്കെ കാണിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? എന്റെ കണ്ണുകളെയോ അതോ നിങ്ങളെല്ലാം പറയുന്ന വാക്കുകളെയോ? നരൻ, പ്ലീസ് ഈ കളി മതിയാക്കൂ. ഞാൻ തോറ്റു. ഇനി എന്തിനാ എന്നെ കളിപ്പിക്കുന്നത്? ഈ ടോർച്ചർ എനിക്ക് താങ്ങാൻ വയ്യ നരൻ. പ്ലീസ്. എന്താ ഈ കാണിക്കണേ? ഞാൻ ഉണ്ണിയാണ്. ഉണ്ണി, എനിക്കറിയാം. യു ആർ ഉണ്ണി. യെസ്, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അപ്പൊ എനിക്കറിയേണ്ടത് ഞാൻ ആരാണെന്നാണ്. അത് പറഞ്ഞു തരാമോ? Tell me, please. കുളിച്ചൊരുങ്ങണ്ടേ? എല്ലാരും പുറപ്പെടാൻ നിൽക്കുക. വാ. നരേന്ദ്രൻ ഒരു ട്വിൻ ബ്രദർ ഉള്ള കാര്യം നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. എനിക്കൊക്കെ അയാളുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു പറയരുതെന്ന്. ഒരു സസ്പെൻസ് ആയി കീപ്പ് ചെയ്യാൻ. ഇങ്ങനെ ഐഡന്റിക്കലായ ഒരാളുണ്ടാവുമ്പോ നന്ദയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. എന്തിനാ, നമുക്ക് പോലും ഒരു നിമിഷം. പോയി വരൂ മോളെ. നന്ദ, കാ. ഉണ്ണി എന്താ ഇവിടെ വന്ന് കിടക്കണേ? വല്യമ്മാവനോട് അന്വേഷിക്കണ്ടായിരുന്നു. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അമ്മയ്ക്കൊരു നെഞ്ചരിച്ചല് പോലെ വന്നു. ഞാൻ കൃഷ്ണവൈദ്യരെ കണ്ട് വിവരം പറഞ്ഞു. ഒറ്റ ഗുളികയിൽ ആശ്വാസമായി പോയി. വായുവിന്റെ ആണേ. മനസ്താപം കൂടുമ്പോ വായു കയറുന്ന. ഡോക്ടറെ കൊണ്ടുവരണോ? ഏയ്, എന്തിനാ? അത് വന്ന പോലെ പോയില്ലോ. ഓ, എന്താ വിങ്ങല്. ഒരു നല്ല മഴ കിട്ടിയിരുന്നെങ്കിൽ. എന്നാലും ഉള്ളിലെ വിങ്ങല് മാറുമെന്നാണ് വരെ. വീട്ടിലിരിക്കാൻ വയ്യ, അതാ ഇറങ്ങി നടന്നത്. മനസ്സിലിപ്പോഴും തികട്ടി വരിക നന്ദയുടെ മുഖം. പറയല്ലേ എന്റെ കുട്ടിയെ. നെഞ്ച് കലങ്ങിപ്പോയി ആ കുട്ടിയെ കണ്ടപ്പോ. ആരുടെ സങ്കടം അത്ര വരില്ല. അതിന് പോയതൊരു ജീവിതല്ലേ. അവസാനായിട്ട് വന്നപ്പോ ശ്രദ്ധിച്ചിരുന്നില്ലേ? നിലത്തൊന്നും ആയിരുന്നില്ല ആള്. പതിവില്ലാതെ എന്നെയും വിളിച്ച് ഭഗവതിയുടെ അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാടൊക്കെ ധാരാളം നടത്തുകയുണ്ടായി. പൂവ് ഇരട്ട സൂര്യന്മാരെ പോലെ രണ്ട് ആൺമക്കള്. ഏത് മൂർത്തിക്കാണാവോ അമ്മയോട് അസൂയ തോന്നിയത്? രണ്ടിലൊരാളുടെ ജീവൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ തങ്ങെടുക്കായിരുന്നില്ലേ? ദൈവം കൊണ്ടുവരുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ കുട്ടി? അടിഞ്ഞാറുന്നായല്ലോ. ഇത്ര കാലമായിട്ട് അറിഞ്ഞൂടെ നിനക്ക്? കണ്ടില്ലായിരുന്നു മുറ്റത്തുള്ളത്. എന്ത് കണ്ടില്ലായിരുന്നു? പോഴത്തരം കാണിക്കുകയും ചെയ്തിട്ട് രാവിലെ തിരി വെച്ചോ? വെക്കാൻ പോവാണ്. ഇരുട്ടാവാൻ നിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, എന്തെങ്കിലും അനർത്ഥം തിസന്തിക്ക് ഉണ്ടാക്കി ഇറങ്ങും. വീഴ്ച നിൽക്കാണ്ട് ചെല്ലു കുട്ടി. താൻ എവിടെ പോയിരുന്നോ? വെറുതെ ഒന്ന് പുറത്തിറങ്ങി.
ഇരുട്ടയച്ച എന്തെങ്കിലും വെളിച്ചം കൈ കരുതണോടോ. ഉഷ്ണസഞ്ചാരം കിട്ടിയ എഴജന്തുക്കൾ ഇറങ്ങുന്ന സമയാ. ആരോട് പറയാൻ? കണ്ണും പൂട്ടിയുള്ള നടപ്പല്ലേ എല്ലാരും. ഒരു കാര്യത്തിലില്ലല്ലോ സൂക്ഷ്മത. ആ നാണു അവിടെ പാടത്ത് പോയിരിക്കുക വെള്ളം തുറന്നുവിടാൻ. അയാളുടെ ആവശ്യം വരുമല്ലോ. പടിഞ്ഞാറുന്ന് ആരോ പുറപ്പെട്ടിരിക്കണോ? ലക്ഷണം കാണുന്നുണ്ട്. എന്താ ഉണ്ണി, ആര് വരുന്ന വല്യേട്ടൻ പറഞ്ഞ? ലക്ഷണം ഉണ്ടത്രേ, പടിഞ്ഞാറ് നേരം വിഷം തീണ്ടിട്ട് വരണുണ്ടെന്ന്. ഈശ്വര, സമയം തെറ്റിനും മുമ്പ് എത്തിക്കാൻ പറ്റണേ. ചെറിയമ്മ കിടന്നോ? ഉവ്വ്. ആ കല്യാണി ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കെങ്ങാൻ എണീറ്റ് ഞാൻ കിടക്കണടത്തില്ല എന്ന് കണ്ട. എന്താ ഉണ്ണേട്ടാ? ഒന്നുമില്ല മോളെ, ഉള്ളിലെ ഭാരം ഒന്ന് കരഞ്ഞു തീർക്കാൻ കൂടെ കഴിയണില്ലല്ലോ. എല്ലാവർക്കും ധൈര്യം കൊടുത്ത് താങ്ങി നിർത്തിയ ഉണ്ണിയേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഇപ്പൊ ഉണ്ണിയേട്ടന് എല്ലാവർക്കും ഒരു ആശ്വാസം. ഒരിക്കലും തളരരുത്. അതിരെ ഉണ്ണിയേട്ടൻ അങ്ങനെ വിളിക്കുമ്പോഴാ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ഓർമ്മ വരിക. ബാക്കി എല്ലാവർക്കും കുട്ടിയാണല്ലോ. നിനക്ക് മടുത്താ മോളെ ഈ എച്ചിൽ പാത്രങ്ങൾക്കിടയിലുള്ള ജീവിതം? ഒരിക്കലും ഇല്ല ഉണ്ണിയേട്ടാ. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടല്ലേ. അമ്മയുടെ സഞ്ചയനം കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ദ്രവിച്ച് നിലം പറ്റാൻ തുടങ്ങിയ വീടും കണ്ണു കാണാൻ വയ്യാത്ത മുത്തശ്ശിയും വിട്ട് നാണനായരുടെ കൂടെ പടിയിറങ്ങുമ്പോ ഞാനൊന്നും ആശിച്ചിരുന്നില്ല. പക്ഷേ കാത്തിരുന്നത് ഭാഗ്യം തന്നെയാ. ഒരു വേലക്കാരി എന്നുള്ള നിലയ്ക്ക് ആരും കണ്ടിട്ടില്ല. നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മാണിക്യം, ഇതാ ഇപ്പോഴത്തെ സന്തോഷം. അതുപോലെ പേടിയും. ഇനിയും മാറിയില്ല പേടി? ഇപ്പൊ തന്നെ ആരേലും വന്ന് കണ്ടാൽ നാളെ നേരം വെളുക്കില്ല. പിന്നെ എന്റെ സ്ഥാനം പടിക്ക് പുറത്താവും. പടിക്ക് പുറത്തുള്ള ലോകത്തേക്ക് നിന്നെ തനിച്ചയക്കോ? വല്യമ്മാവന്റെ മുഖത്ത് നോക്കി ഇതങ്ങ് പറയാൻ ധൈര്യക്കുറവുണ്ട് എന്നുള്ള നേരാ. എന്നാലും അപ്പു ഏറ്റതായിരുന്നു എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന്. ദൂരെയുള്ള ഏതോ ലോകത്തിരുന്ന് അനുഗ്രഹവും ശക്തിയും തരും. എന്താ തീണ്ടിയത്? കണ്ടോ വല്ലവരും? വെള്ളിക്കെട്ടനാ പറഞ്ഞ? ആര് പറഞ്ഞു? വെള്ളിക്കട്ടനോ? കണ്ടവര് പറഞ്ഞു. കണ്ടവരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്ക. എവിടെ നാട്? കൂറ്റനാട്. അവിടെ ഒന്നും നല്ല ജാതി പാമ്പുകളില്ലല്ലോ. പാണജാതിപ്പെട്ട വല്ലതായിരിക്കും. വല്ല മഞ്ഞച്ചേരിയോ പച്ചിലപ്പാമ്പോ. ആ എത്തിയോ? ഇക്കണ്ട നേരമൊക്കെ എന്തും കാത്തിരിക്കായിരുന്നു. ഇന്നലെ സന്ധ്യക്കല്ലേ തീണ്ടിയത്? ചിലര് ചേർന്ന് അയനിക്കാട്ട് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ. രാത്രി ഒത്തിരി കഴിഞ്ഞിരുന്നു. അപ്പോഴാ വൈദ്യര് പറയണത് നേരത്തോടെ നേരം കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പിന്നെ അപ്പൊ തന്നെ എടുത്തു. ഓരോ മുറിവൈദ്യന്മാര് കൈയൊഴിയുമ്പോഴാണല്ലോ ഇവിടുത്തെ കാര്യം ഓർമ്മിക്കുക. ഇവിടെയാ കടിയേറ്റത്. കീറി ചോര ഒത്തിരി കളഞ്ഞു. വെള്ളിക്കെട്ടൻ അല്ല മറന്നിരിക്കണോ? ആണുവേ, 10 ഏപ്രിലേക്ക് കിടത്തിക്കോളൂ. കുറച്ചു നേരം അങ്ങനെ കിടക്കട്ടെ. കണ്ണ് തുറക്കുമ്പോ ആ ഗുളിക നിന്നും മരുന്നും കൂടെ കൊടുത്താൽ മതി. ശരി. ഉച്ചയാവില്ല നടത്തിക്കൊണ്ട് പോവാം. ഓ. ഉണ്ണി അങ്ങാടിയിലേക്കാ? അതെ, കുഴമ്പിന്റെ കാര്യമല്ലേ പറയാൻ പോണേ, മറക്കില്ല. അതല്ല, ഒരു ഇൻഡന്റ് വാങ്ങിയിട്ട് വരണം. എന്നിട്ട് നീ തന്നെ വേണമെന്ന് എഴുതാൻ മുത്തശ്ശി പറഞ്ഞുതരാം. ആർക്കാ മുത്തശ്ശി? ബാംഗ്ലൂരെ മോക്ക്. അതിന്റെ വിവരം എന്താണെന്നൊന്ന് അറിയണം. അതിനെ അങ്ങനെ മറക്കാൻ പാടുണ്ടോ നമ്മള്? ശരിയാ, ഞാൻ മറക്കാതെ കൊണ്ടുവരാം. താനെങ്ങടാ? 1-2 പേരെ കാണണം. ഒന്ന് ബ്ലോക്ക് ഓഫീസിലും കയറണം. പുറത്തിറങ്ങാൻ മനസ്സുണ്ടായിട്ടല്ല,
ഞാൻ തന്നെ ചെന്നേ പറ്റൂ. കമ്പിയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD തരകൻ അയച്ചിരിക്കുന്നേ. അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ചെന്ന് മൊഴി കൊടുക്കണത്രേ. പേരിനൊരു ഫോർമാലിറ്റി. ആക്സിഡന്റ് ആയിരുന്നുള്ള ഉറപ്പാണ്. നമുക്ക് പോയിട്ട് പരാതിയൊന്നുമില്ല. പിന്നെ നരേന്ദ്രന്റെ കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്, അതെല്ലാം കൊണ്ടുവരണം. എന്താടോ ചെയ്യാ? താനൊന്ന് പോവോ? ഞാൻ പോവാം. പാലക്കാട് വരെയല്ലേ കഷ്ടി പോയിട്ടുള്ളൂ. അതിനപ്പുറം കിടന്നാ കുഴങ്ങോ? രാത്രി വണ്ടിക്ക് പോയാ അവിടെ എത്തുമ്പോ നാളെ രാവിലെ തന്നെ അങ്ങ് എത്തില്ലേ? വരണവിവരം തരകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പോവാ. അയാൾ സ്റ്റേഷനിൽ എത്തിക്കോളും. എന്നാലേ പുറത്തിറങ്ങേണ്ടു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ഞാൻ പറഞ്ഞത് ഉണ്ണി മറക്കണ്ട, നന്ദമോളെ ഒന്ന് കാണണം. അവളുടെ വിലാസം തരകന്റെ ഉണ്ടാവും. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, ഒരു തന്തയുള്ളത് ഇല്ലാത്തതിന് തുല്യാന്ന് അവൻ പറഞ്ഞിരുന്നേ. തീവണ്ടി ആഫീസിൽ ഒരു മല്ലയുദ്ധം കഴിഞ്ഞു. സീറ്റ് ഉറപ്പായോ? ഉറപ്പാക്കി. അത് മതി. ആ മാനാട്ടൊരു വിദ്വാൻ അവിടെ ജോലിയിലുണ്ടല്ലോ. ദാ. പിന്നെ എന്താന്നാണ് നേരെ കയ്യിൽ? ഏയ്, അതൊരു എന്താ അത്? അതെ, തോർത്തുകൊണ്ടാ. ആ ചെട്ടിയാരുടെ കട കണ്ടപ്പോ വാങ്ങിയതാ. കാണട്ടെ, ഇങ്ങ് തരിക. കാണാൻ മാത്രമൊന്നുമില്ല. അല്ല, നോക്കട്ടോ. ആയ്, കാൽസറായി. എന്താണ് ഇത്ര പരിഷ്കാരമൊക്കെ ആവാന്ന് വെച്ചത്? നാണുകാര് പറഞ്ഞിട്ടാ. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നല്ലേ. കുറച്ചിലല്ലേ ഈ ഒറ്റമുണ്ട് കൊടുത്തോണ്ട് ഓരോ സ്ഥലത്ത് കയറിച്ചില്ല എന്ന് പറഞ്ഞാല്. അതും ബാംഗ്ലൂരേ. അതിട്ടുണ്ടാ യാത്ര? ഏയ്, അവിടെ ചെന്നിട്ട് അത്താഴം എന്താ വെച്ചാ കഴിക്കാൻ നോക്കുക. പുറപ്പെടണ്ടേ? ഹലോ, ഞാൻ മോഹൻ തരവേ. നരേന്ദ്രന്റെ എവിടുന്നാ? ഉണ്ണി വന്നിട്ടുണ്ടേ. നന്ദയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇസ് ഓൾ റൈറ്റ്? ഓക്കെ ഓക്കെ. തന്നെ കണ്ടപ്പോ ഒരു നിമിഷം നരേന്ദ്രനാണ് മുന്നിലെന്ന് തോന്നി. ഞാൻ ഡോക്ടർ വിമലയെ വിളിച്ചിരുന്നു. നന്ദയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. എന്താ? ഭക്ഷണം കഴിക്കില്ല. പട്ടിണി കിടന്ന് മരിക്കാനാ തീരുമാനം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രി തൊട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. മരുന്നും വേണ്ടെന്നാ വാശി. വിമല ഒരുവിധ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കാന്നാ പറഞ്ഞേ. എനിക്ക് അവിടം വരെ ഒന്ന് പോണല്ലോ. എന്താ മോളെ, ഇത് ഉണ്ണിയല്ലേ? യെസ്, എനിക്കറിയാം. എപ്പോ വന്നു? ഇന്ന് കാലത്ത്. ഇരിക്കൂ. ആ. വീട്ടിലെല്ലാവർക്കും സുഖം? ഉവ്വ. അമ്മ നന്നായിരിക്കണു. എന്നോട് വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. നന്ദയുടെ വിവരങ്ങൾ അറിയാനുള്ള. താങ്ക് യു. ഈ കിടപ്പ് കണ്ട് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ഈ വിമല വെറുതെ പിടിച്ചു കിടത്തിരിക്ക. ഹസൻ ഭായ്, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇവളെ. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഭക്ഷണോ മരുന്നോ എന്താ വെച്ചാലും ഞാൻ കഴിച്ചോളാം. ഉണ്ണി കൂടി ഒന്ന് പറയൂ. എനിക്ക് ഇന്ന് വിശ്വാസമില്ല. ഈ കാണുന്ന സ്മാർട്ട്നെസ് ഒക്കെ വീട്ടിലെത്തുമ്പോ മാറും. അത് പിന്നെ വീട്ടിൽ അടച്ചുമൂടി കിടക്കുന്നതുകൊണ്ടാ. ഇന്ന് ഞാൻ പുറത്തു പോകും. കുറെ ദിവസത്തിന് ശേഷം സിറ്റിയിലൊന്ന് കറങ്ങണം. ഉണ്ണിയെ കൂടെ കൂട്ടാം. ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. എന്താ? ആ, അങ്ങനെ ആയിക്കോട്ടെ.
എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ദിവസങ്ങൾ പുനർജനിക്കുകയാണെന്ന് ഞാൻ മോഹിച്ചു. വെറുതെ ഒരു മോഹം. ഞാൻ അതിനൊരു ശ്രമം നടത്തുകയായിരുന്നു വിമല. ഇല്ല, അതൊരു ഇഡിയസിയാണ്. ഉണ്ണിക്ക് എങ്ങനെ നരനാവാൻ കഴിയും? നോക്കുന്നെന്താ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? നടന്നത് എന്താണെന്ന് ഇനിയെങ്കിലും നീ റിയലൈസ് ചെയ്യണം. നിന്റെ നരേന്ദ്രൻ മരിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്ക് അയാളെ തിരിച്ചു കിട്ടില്ല. യെസ്, ഐ നോ. പക്ഷെ എന്തിന് ദൈവം അതേപോലെ ഉണ്ണിയെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അയാൾ എന്തിനെന്നെ കാണിച്ചു തന്നു? കാണുമ്പോ അറിയാത്തൊരാശ്വാസം, അതിൽ കൂടുതൽ വേദനയും. ആത്മഹത്യയുടെയും ചിത്തഭ്രമത്തിന്റെയും ഇടയിൽ കിടന്നാടുകയാണ് നന്ദയുടെ ജീവിതമെന്ന് ആർക്കാണ് അവളെ രക്ഷിക്കാൻ കഴിയുക? ഞാൻ എന്താ ഹസമ്പായി വേണ്ടത്? ഈ നിലയിൽ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ മനസമാധാനം ഉണ്ടാവില്ല. അപ്പൂനോട് ചെയ്യണ തെറ്റാവും. ഇവിടെ ഈ സിറ്റി കഴിയുന്ന ഓരോ നിമിഷവും അവളുടെ വേദന കൂടുകയുള്ളൂ. അല്പം ആശ്വാസം കിട്ടാൻ, എല്ലാം മറക്കാൻ, ഒരു ശ്രമം നടത്താനെങ്കിലും ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, സ്നേഹം നൽകാൻ ബന്ധുക്കളുണ്ടായിരുന്നെങ്കിൽ. അക്കാര്യത്തിലും അവൾ നിർഭാഗ്യവതിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉണ്ണിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? മനസ്സിന്റെ സമനില വീണ്ടെടുക്കാൻ അതിനേക്കാൾ നല്ല ഒരിടം ഞാൻ നോക്കിയിട്ട് വേറെ കാണുന്നില്ല. നന്ദ തയ്യാറാവെന്ന് വെച്ചാൽ ഞാനൊരുക്കാണ്. അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമാവും, അതുറപ്പാ. ഞാൻ സംസാരിക്കട്ടെ നന്ദയോട്? ഓ, ആയിക്കോട്ടെ.